എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പരിപാടി ട്രൈ ചെയ്യാൻ എന്താ? അത് മിമിക്രി തലയിൽ കയറിയപ്പം അതങ്ങ് വിട്ടു. എന്നാലും അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി. പിന്നെ അത് എന്തോ തിയറി അറിയാം, പ്രാക്ടിക്കലൊക്കെ. അപ്പൊ വീട്ടിൽ ആരും ഒന്നും പറഞ്ഞില്ല? ഇല്ല, ഞാൻ പറഞ്ഞു, ഞാൻ വാഴ എന്ന സിനിമയിലെ നോബിയിലെ സെയിം ക്യാരക്ടറാണ് വാപ്പ, എൻ്റെ വാപ്പ. ഞാൻ പടം ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞ നോബിയിലെ ക്യാരക്ടർ. കാരണം വാപ്പ ഇപ്പൊ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി വന്നാലും ടീച്ചർമാരെന്ത് പറഞ്ഞാലും വാപ്പ കേട്ടോണ്ടിരിക്കും. വീട്ടിൽ വന്ന് ഒരു വാക്കനെ പറയില്ല. അത് ഇളയ മോനെ ആയതുകൊണ്ടുള്ള പുന്നാരാണോ? ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് കുഞ്ഞായതുകൊണ്ടുള്ള പുന്നാരാണോ? എല്ലാരോടും അങ്ങനെയാണോ? അല്ലല്ല, എൻ്റെ അടുത്താ അങ്ങനെ അടിക്കത്തൊന്നുമില്ല. പക്ഷെ ഉമ്മ ഭയങ്കര സ്വാഭാവികം. ഉമ്മ ഭയങ്കര ഇത്. കാരണം ഉമ്മ പണ്ടത്തെ 10ാം ക്ലാസ് ആയിരുന്നു. അപ്പൊ ഉമ്മക്ക് ഹിന്ദിയൊക്കെ അറിയാം. ഉമ്മ ഹിന്ദി വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. അപ്പൊ ഉമ്മക്ക് ഭയങ്കര വിഷമാണ് ഇങ്ങനെ ഇറങ്ങി. എപ്പോഴും പറയും ഇങ്ങനെ, നീ ഇങ്ങനെ അല്ലല്ല അന്ന് നീ പഠിക്കാതെ ഇങ്ങനെ മിമിക്രി കളിച്ചിട്ടുണ്ടെന്ന എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കും. ഗൾഫിൽ പോടാ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഗൾഫിൽ കയറി പോകാം. വാപ്പ ഉണ്ടല്ല, നിങ്ങളുടെ അടിയാൻ ചെയ്യും. വാപ്പ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ പണ്ട് മിമിക്രി ട്രൂപ്പ് തട്ടിക്കൂട്ടി, അതിൻ്റെ പ്രൊഡ്യൂസർ കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, റിഹേഴ്സൽ നടക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ നമുക്ക് ചെറിയ സ്റ്റേജ് കിട്ടി നമുക്ക് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞു. അന്ന് 5 ദിവസം നമ്മൾ റിഹേഴ്സൽ എടുത്തപ്പോൾ അന്നത്തെ പ്രൊഡ്യൂസറായി മാറിയത് എൻ്റെ വാപ്പയായിരുന്നു. വാപ്പ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. വാപ്പ കഞ്ഞിയും പയർ വയ്ക്കും, ചായ, പിന്നെ വാപ്പ കടയിൽ പോയി കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. വാപ്പാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ആവുന്നത്. ഭയങ്കര അഭിമാനം കൊള്ളുന്ന ആളാണ് വാപ്പ. മരണപ്പെട്ടത് ഭയങ്കര ഒരു ട്രാജഡി ആയിരുന്നു. വ്യസന സമ്മേതം ഷൂട്ട് കഴിഞ്ഞ് 3-ന്റെ അന്നാണ് 2-ന്റെ അന്നാണ് വാപ്പ മരിക്കുന്നത്. അപ്പൊ ഞാനൊരു മരണ വീട്ടിന്റെ ലൊക്കേഷനിൽ നിന്ന് നേരെ വന്ന് വീട്ടിൽ മരണ വീട്ടിലായി. അപ്പൊ അത് വിപിനൊക്കെ വീട്ടിൽ വന്നപ്പോൾ പറയുകയും ചെയ്തു. അവരൊക്കെ ഭയങ്കര വാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അതായത് പോയിരുന്ന് കണ്ടിട്ട് കൊള്ളായിരുന്നടാ എന്ന് പറഞ്ഞത് ഏത് സിനിമയാണ്? ജയ ജയ ജയ. പിന്നെ കണ്ണൂർ സ്കോഡ് എനിക്ക് തിയേറ്ററിൽ പോയി കാണിക്കുന്നു. വാപ്പ തിയേറ്ററിൽ അങ്ങ് വരത്തില്ല, അങ്ങനെ ഉമ്മായങ്ങ് വരത്തില്ല. പിന്നെ ഈ ഹോസ്റ്റലിൽ ഇറങ്ങിയപ്പോഴും കാണിപ്പിച്ചത്. അവസാനം വരെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അഭിമാനം എല്ലായിടത്തും.